നമസ്കാരം ബോസ്. നീ അങ്ങോട്ട് നോക്കി. നമ്മളോട് പറയാ തിരുത്ത് നിങ്ങൾ തിരുത്തിയോ? ഇയാളുടെ ലൈഫ് വേസ്റ്റടാ. ഒരു സംശയമാണ്, ഞങ്ങളെല്ലാം തിരുത്തി. തെറ്റായ ഒരു പ്രവണതയെയും വെച്ച് ഉറപ്പിക്കുന്ന പ്രസ്ഥാനമല്ല ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ആരായാലും തെറ്റായ ഒന്നിനെയും വെച്ച് ഉറപ്പിക്കുന്ന പ്രശ്നമില്ല. നമ്മളെയാണല്ലോ മച്ചമ്പി, ഈ മുതലാളിത്ത സമൂഹമാണ് വല്ലാതെ രീതിയിൽ അരിച്ചു കയറുന്ന ആശയങ്ങൾ ഉണ്ടാവും, സ്വഭാവങ്ങൾ ഉണ്ടാവും, എല്ലാവരിലും ഉണ്ടാവും. അതൊക്കെ തൂത്തു മാറ്റണം. അയ്യോ പിന്നെ അതാ കറക്റ്റ്. തൂത്ത് കളയണം. പണത്തിന്റെ ആർത്തി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അത് കാണണം. പെരുമാറ്റ രീതി എല്ലാം മാറ്റണം. പറച്ചില് മാത്രമേ ഉള്ളൂ, പ്രവർത്തനം. അതാണ് നമ്മുടെ ഇസം. പറയാൻ മാത്രമേ പാടുള്ളൂ, ഒന്നും പ്രവർത്തിക്കരുത്. മനസ്സിലായ? ഇല്ല. 2019 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികം. ഇപ്പൊ എത്രയാ? ഇപ്പൊ 111 സീറ്റിലാണ് ഭൂരിപക്ഷം ഇല്ലാതെ. കനൽ ഒരു തരി മതിയിടാ. അതേ തരത്തിലേക്ക് നമുക്ക് മുന്നേറാനാവണം. അതെ, നിങ്ങളുടെ ഈ കവലപ്രസംഗം ഉണ്ടല്ലോ, അത് എന്റെ അടുത്ത് എടുക്കല്ലേ. നിന്റെ അമ്മയെ കെട്ടിക്കാൻ ഇന്നത്തെ ഈ കേരളത്തെ, ഈ ഔദ്യോഗിക കേരളത്തെ, ഇവൻ പറയുന്ന കേരളമൊന്നുമല്ല കേരളം. ഈ കേരളം രൂപപ്പെട്ട് വന്നത് വെറുതെ വന്നതല്ല. ഇപ്പൊ 100 ദിന പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്റെ കാൽമാംസം മുത്തപ്പ 10,000 കോടി ഉറുപ്പിക നിരവധിയായ ദിവസങ്ങളിൽ 100 ദിവസം കൊണ്ട് അതിന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ തന്നെ തറക്കല്ലിടൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഏതാണ്ട് 1000-ലധികം പരിപാടി. നിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കണമെങ്കിലേ ഫണ്ട് വേണം, ഫണ്ട്. നിനക്കറിയോ, ഗജനാവിൽ ഇന്നാള് ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലി. ഈ 62 ലക്ഷം വരുന്ന ആളുകൾക്ക് കൃത്യമായി പെൻഷൻ കൊടുക്കുമെന്നുള്ളതിന് ഗ്യാരണ്ടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാവണം. ഞാൻ ഈ പറഞ്ഞ 100 ദിവസ പരിപാടി ഇനിയും ശക്തിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ദിനങ്ങൾ നൽകാൻ സാധിച്ചാൽ ഇതൊക്കെ നടക്കോ? ഒരു സംശയവും വേണ്ട. ഇനി വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ശക്തികൾക്ക് മുന്നേറാനാവും. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് അടുത്തവണ ജയിക്കാം. ആ മുന്നേറ്റത്തിന് ഉതകുന്ന രീതിയിലുള്ള വളരെ ഫലപ്രദമായ പ്രവർത്തനമാണ് കർഷക തൊഴിലാളി യൂണിയൻ ഉൾപ്പെടെയുള്ള വർഗ പ്രസ്ഥാനങ്ങൾ, ബഹുജന പ്രസ്ഥാനങ്ങൾ മുമ്പോട്ടേക്ക് വെക്കേണ്ടത്. ദുർബല ജനവിഭാഗങ്ങൾ, പട്ടികജാതി, പട്ടികവർഗം, കോളനിവാസികൾ, അതുപോലെ മറ്റ് വിവിധ മേഖലയിൽ ലക്ഷം വീട് കോളനികളിൽ താമസിക്കുന്നവർ ഉൾപ്പെടെയുള്ള ഗ്രാമീണ മേഖലയിലെ ദുർബല ജനവിഭാഗങ്ങളുടെ ആകെ പ്രസ്ഥാനമായി KSKTU മാറ്റുക. അതിലൂടെ ഇന്നത്തെ കടമകൾ നിർവഹിക്കത്തക്ക രീതിയിൽ പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷ ശക്തികളെ ആകെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള പ്രവർത്തനത്തിൽ സജീവമായി മുന്നോട്ടേക്ക് പോകണം. ഒടുക്കത്തെ പെർഫോമൻസ് ആണല്ലോ മച്ചാ. ഈ ബുദ്ധിക്ക് അവിടെ കൊണ്ട് വെച്ചിട്ട് ആവശ്യത്തിനെടുത്താ പോരാ. CPIM പാർട്ടിക്ക് ഇനി തിരുത്താനാവില്ല. CPIM പാർട്ടിക്ക് തിരുത്തണമെങ്കിൽ അതിന് ആർജവമുള്ള അമ്പ് കൊള്ളാത്തവർ വരണം. ഇപ്പൊ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ നിന്നാണ്. അതും ശരിയാ ചേട്ടായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആലോചിക്കാം. നീയും ആലോചിക്കേ. ഇന്നത്തേക്ക് മതി. ഞാൻ പോകുന്നു. ബൈ ബൈ.